അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിൽ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രം പറഞ്ഞു തരാം. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യൻ്റെ അരികിൽ പോയിട്ട് യാസീൻ ഓതി കൊടുക്കുക. അത് കേട്ട ശിഷ്യൻ പറഞ്ഞു, എൻ്റെ അരികെ വന്നിട്ട് യാസീൻ ഓതണ്ട എന്ന്. അപ്പോൾ എന്നാൽ ദിക്ർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോഴും ആ പ്രധാനപ്പെട്ട ശിഷ്യൻ പറയുന്നത്, എൻ്റെ അരികെ വന്നിട്ട് ദിക്റൊന്നും ചൊല്ലേണ്ടതില്ല. അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ഉസ്താദിന് എന്താവൂല, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്താവൂല, കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ, അങ്ങനെ അതൊന്നും ചെല്ലാതെ, ദിക്റും യാസീനൊന്നും ചെല്ലാതെ ആ ശിഷ്യന് അവിടെ മരണപ്പെടുകയാണ്. അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് വളരെയധികം ടെൻഷനായി. അങ്ങനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു 40 ദിവസത്തോളം ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയി. കാരണം അത്രക്കും വളരെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. എല്ലാ സമയത്തും സബക്കെടുക്കുമ്പോഴും ഒക്കെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. അത്രക്കും പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു 40 ദിവസത്തോളം ഇങ്ങനെ ആ കുട്ടിയെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അത് 41ാമത്തെ ദിവസം ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ആ കുട്ടിയെ കാണാനിടയായി. അങ്ങനെ ആ കുട്ടിയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇങ്ങനെ ഒരു മരണം നിനക്ക് സംഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശിഷ്യൻ പറയുന്നത്, അതിൽ 3 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ പറയുകയാണ്. ആ കുട്ടി പറയുന്നത്, എനിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു. ആ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ധാരാളം ഡോക്ടർമാരെ സമീപിച്ചു. പക്ഷെ അതിനൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഇന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ ഉണ്ട്, അതിനെ പോയി അങ്ങനെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എല്ലാ വർഷവും ഒരു കപ്പ് മദ്യം കുടിക്കണമെന്ന്. അങ്ങനെ അതെന്തായി, ആരും അറിയാതെ എല്ലാ വർഷവും ഒരു കപ്പ് മദ്യം കുടിക്കും. ആ കാരണം കൊണ്ടാണ്, ആ ലഹരി ഉപയോഗിച്ച കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ മരണം ഈ അവസ്ഥയിൽ എത്താൻ കാരണമെന്ന് ആ ശിഷ്യൻ പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ ഒരു അസുഖം കാരണത്താൽ ലഹരി ഉപയോഗിച്ചതിനുള്ള ശിക്ഷയാണ്. എന്നാൽ വെറുതെ ഉപയോഗിക്കുന്നവരുടെ ശിക്ഷ എത്രയായിരിക്കുമെന്ന് നാം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അതിൽ നിന്നെല്ലാം, അങ്ങനത്തെ വിപത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.